അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. അത് ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങൾ തേടി നടന്നൊരു സംഭവം നിങ്ങളെ തേടി വന്ന ഒരു രീതിയിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തേടി നടന്നു, കിട്ടിയില്ല, പക്ഷേ പിന്നീട് ആ ഒരു സംഭവം നിങ്ങളെ തേടിയിട്ട് വന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഭവം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നൊരു അനുഭവം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഉയർച്ചകൾക്ക്, അതായത് കലാമേഖലകളിലെ ഉയർച്ചകൾക്ക് കാരണമായിട്ടുള്ളൊരു കലോത്സവം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന പോലെ പഠിച്ച കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതുപോലെ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിച്ചു, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പണ്ട് മുതലേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് എൻ്റെ പാട്ട് അധികം സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഫാദറാണ്. അപ്പോൾ ഫാദർ ആ പാട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നല്ല അന്വേഷിച്ചിട്ട് ഏറ്റവും പുതിയ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരിക. അതിന് വേണ്ടിയിട്ട് മൂപ്പര് ധാരാളം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട്, അതായത് മമ്പുറത്തൊക്കെ പോയിട്ട് അതിലേറ്റവും പുതിയ ഇറങ്ങിയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവന്നിട്ട് എനിക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ അതിനായിട്ട്, അതായത് എപ്പോഴും അധികം ഞാൻ കണ്ടിട്ടുള്ളത് സാഹിത്യോത്സവം എന്നൊരു പരിപാടിയുണ്ട്. അതൊരു ഇസ്ലാമിക് കലോത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു CD, അതായത് ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലുള്ള CD ആണ് കൊണ്ടുവരാറുള്ളത്. ആ CD-യിലും അധികം പ്രസംഗം, ഇസ്ലാമിക് പ്രസംഗം ഉണ്ടാകും, ഇസ്ലാമിക് പാട്ട്, മാപ്പിളപ്പാട്ടുകൾ, അതുപോലെ പല പരിപാടികളും അടങ്ങിയിട്ടുള്ള ഒരു CD ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ അധികം സെലക്ട് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ രണ്ട് മൂന്ന് വർഷങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഒരാഗ്രഹം, എനിക്ക് മാത്രമല്ല എൻ്റെ ഉപ്പാക്കും ആഗ്രഹമുണ്ട്, അതായത് ഈ പരിപാടിയിൽ എനിക്കൊന്ന് പങ്കെടുത്തൂടെ എന്നുള്ള രീതിയിൽ ഒരാഗ്രഹം. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്താണ് സംഭവം എന്നുള്ളത്, എവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്, എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ ജസ്റ്റ് അന്വേഷിച്ച സമയത്ത് ഇതിൻ്റെ യൂണിറ്റ് തലത്തിലുള്ള പരിപാടി നടന്നത്, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തായ പത്തായക്കല്ല് എന്നുള്ളൊരു പ്രദേശത്താണ് ഇതിൻ്റെ യൂണിറ്റ് തലത്തിലുള്ള പരിപാടി അന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്നും ബസ്സിൽ പോകുമ്പോൾ നോക്കും, അവിടെ പരിപാടി വല്ലതും നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പോയിട്ട് ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ എന്നും നോക്കും ബസ്സിൽ അതിലൂടെ പോകുന്ന സമയത്ത്. പക്ഷെ ഒരു ദിവസം അവിടെ പരിപാടി ഉണ്ടാവാറില്ല. കാരണം എന്താ, അവിടെ ഒരു വർഷം ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വേറെ സ്ഥലത്തായിരിക്കും ആ പരിപാടി നടക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ ഞങ്ങൾ പിന്നെ വിട്ടു, എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ വിട്ടു. അങ്ങനെ 2 മാസമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് 2-3 കുട്ടികൾ വന്ന് എന്നോട് ചോദിച്ചു, ഒരു പരിപാടി ഉണ്ട്, ഇസ്ലാമിക് പരിപാടിയാണ്, ഇസ്ലാമിക് ആയിട്ടുള്ള മാപ്പിളപ്പാട്ട്, അതുപോലെ അറബി ഗാനം, മദ്ഹ് ഗാനം എന്ന് തുടങ്ങി കുറച്ച് പരിപാടികളുണ്ട്, എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മദ്രസയിലൊക്കെ പാടുന്നുള്ളത് സ്കൂളിലെ ആളുകൾക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ മെയിൻ സിംഗറായിട്ടുള്ള ഈ ചോദിച്ച കുട്ടികളുടെ അവരുടെ പരിപാടികൾക്ക് സാധാരണ ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കാല് ജസ്റ്റ് ഫ്രാക്ചറായി. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് രീതിയിൽ. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുള്ളത്, നിനക്ക് എന്തൊരവസരം കിട്ടിയാലും അത് നീ ഒരിക്കലും പാഴാക്കരുത്. പ്രത്യേകിച്ച് അത് ഹൈറിൻ്റെ, അതായത് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പങ്കെടുത്തിരിക്കണം. കാരണം അവസരങ്ങൾ എപ്പോഴും നിന്നെ തേടി വരില്ല, നിനക്ക് തേടി വരുന്ന സമയത്ത് നീ അത് പിടിച്ചോളണം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറയാം, നാളെ തന്നെ പറയാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് വീട്ടിൽ ജസ്റ്റ് ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പങ്കെടുത്തോട്ടെ, എന്താ പരിപാടിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, ഇസ്ലാമിക് പ്രോഗ്രാം ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഓക്കെ, പങ്കെടുത്തോളം പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പാട്ടുകളൊക്കെ പഠിച്ചു. അങ്ങനെ എന്നോട് ആ ദിവസത്തെ അന്ന് വൈകുന്നേരം എനിക്ക് ഒരു കോൾ വന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഓരോ ആളുകളുടെ ജീവിതത്തിലും ഓരോ ആളുകൾ ചില സമയങ്ങളിൽ കടന്നു വരും, നമ്മളെ കുറച്ച് ഉയർത്തിക്കൊണ്ടുവരും, നമ്മളെ കുറേ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ്, പേര് ജൗഹർ എന്നാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് എനിക്ക് വിളിച്ചു, എവിടെ വീട് എന്നൊക്കെ ചോദിച്ച് ആൾ വന്നു, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി, ആ പരിപാടിക്ക് കൊണ്ടുപോയി. ആ പരിപാടി കൊണ്ടുപോയി ഞാൻ ജസ്റ്റ് ഇറങ്ങി ആ ബാനർ കണ്ട സമയത്ത്
ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ തേടി നടന്നൊരു സംഭവം, സാഹിത്യോത്സവം എന്നൊരു ബാനറാണ് ഞാൻ കണ്ടത്. കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ എന്നും ബസ്സിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ എത്തി നോക്കിയിരുന്നത്. ആ പരിപാടിയിലോട്ട് ഞാൻ അറിയാതെ തന്നെ എന്നെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീടുണ്ടായ സംഭവങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അനുഗ്രഹമായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം അങ്ങനെ പരിപാടി പങ്കെടുത്ത് 4 ഐറ്റംസിൽ 3 എനിക്ക് ഫസ്റ്റ് കിട്ടി. 3 ഫസ്റ്റ് കിട്ടിയെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ തലത്തിലുള്ള പ്രോഗ്രാം ഉണ്ട്. ഡിവിഷൻ തലത്തിലെ പ്രോഗ്രാമിലും എനിക്ക് 2 ഫസ്റ്റ് കിട്ടി. അൽഹംദുലില്ലാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞിട്ട് അതായത് സാധാരണ ഈ പരിപാടികളിലൊന്നും ഡിവിഷൻ വരെ മാത്രമേ കുട്ടികൾ പോവാറുണ്ടായിരുന്നുള്ളൂ അത്രേ. അൽഹംദുലില്ലാ, ഞാനാണ് ആദ്യമായിട്ട് ജില്ലയിൽ പോകുന്നത് എന്നുള്ള രീതിയിൽ അവരെന്നോട് പറഞ്ഞ സമയത്ത് എനിക്കുണ്ടായ സന്തോഷം വളരെയധികം സന്തോഷം. കാരണം ആ ജില്ലാ പരിപാടി CD-യിലുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ഈ പരിപാടികൾക്ക് വേണ്ടിയിട്ട്, അതായത് മദ്രസ പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു മത്സരത്തിലോട്ടാണല്ലോ ഞാൻ പോകുന്നത്. അത്രയും നന്നായിട്ട് പാടുന്ന കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റും, അതുപോലെ എനിക്ക് അവരുടെ കൂടെ മത്സരിക്കാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് വേറൊരു ഇസ്ലാമിക് തലത്തിലെ പരിപാടിക്ക് വേണ്ടി പങ്കെടുത്ത സമയത്ത് ഞാനൊരു മാപ്പിളപ്പാട്ട് കേട്ടിരുന്നു. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അന്ന് സെക്കൻഡാണ് കിട്ടിയത്. അന്ന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ മാപ്പിളപ്പാട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കേൾക്കാത്ത തരത്തിലുള്ളൊരു പാട്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് പാട്ട് പറഞ്ഞ അങ്ങനെ ഒരു സംസാരിക എന്നുള്ളൊരു പാട്ട്, അതാണ് അതിലുണ്ടായിരുന്നൊരു വരി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ സംസാരിക എന്നാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഉപ്പ ജസ്റ്റ് അങ്ങനെ പോയി അവിടെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ മാപ്പിളപ്പാട്ടിന്റെ CD കൊണ്ടുവന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഒരു ഖുദ്റത്ത് എന്ന് തന്നെ പറയാം. അതിൽ ആ ഒരു പാട്ടിന്റെ ആ താളം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ പാട്ടാണത് എന്നുള്ളത്. ഡിവിഷൻ തലത്തിൽ ഞാൻ പാടിയത് ആ പാട്ടായിരുന്നു. ആ പാട്ടാണ് വീണ്ടും ജില്ലയിലോട്ട് ഞാൻ പോയത്. ജില്ലയിലോട്ട് പോയി ജില്ലയിൽ ഞാൻ പാട്ടുകളൊക്കെ കേട്ട് ഞാൻ ശരിക്കും നല്ല അടിപൊളി പാട്ട്. എല്ലാവരും നല്ല അടിപൊളി സിംഗേഴ്സ്, അവിടെ പാടിയിട്ടുള്ള എല്ലാ സിംഗേഴ്സും നല്ല അടിപൊളി സിംഗേഴ്സാണ്. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരെ പാട്ട് കേൾക്കുമ്പോഴും ഫസ്റ്റ് പോയി, സെക്കൻഡ് പോയി, തേർഡ് പോയി, A ഗ്രേഡും പോകുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ജസ്റ്റ് പാടി. ഞാൻ അവരോട് പറഞ്ഞു A ഗ്രേഡെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. A ഗ്രേഡോ അല്ലെങ്കിൽ B ഗ്രേഡോ അതിൽ രണ്ടിൽ ഏതെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു. കാരണം അതുവരെ ആദ്യമായിട്ട് എത്തുന്ന ആൾക്ക് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ആളുകൾക്ക് ഒരു തേർഡെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു സങ്കടമാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിന് തേർഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അള്ളാഹിനോട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന വേദി മെയിൻ വേദിയിലാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ജില്ലാ തലത്തിലുള്ള പരിപാടി എവിടെ വെച്ചിട്ടാണ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ മെയിൻ വേദിയിൽ ഫസ്റ്റ് A ഗ്രേഡുകളെല്ലാം അനൗൺസ് ചെയ്തു. എൻ്റെ കോൾ ലെറ്റർ ഇല്ല. അപ്പോൾ തന്നെ എൻ്റെ എല്ലാം പോയി, അതായത് പ്രതീക്ഷയെല്ലാം പോയി. നമുക്ക് ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പോയി. പിന്നെ തേർഡ് അനൗൺസ് ചെയ്തു. ഞാൻ അതായിരുന്നു തേർഡെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിട്ടുണ്ട്. തേർഡ് അനൗൺസ് ചെയ്തു. തേർഡില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കേണ്ടടാ, ഇത് ഞാൻ തേർഡായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, അതും കിട്ടിയില്ല എന്നാണ് രീതിയിൽ പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും ഹോപ്പും പോയി. എന്തായാലും ഞാൻ പറഞ്ഞു വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ സെക്കൻഡ് അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ തേർഡും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊരു പ്രാർത്ഥന അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് അനൗൺസ് ചെയ്തു. സെക്കൻഡും ഇല്ല. അപ്പോൾ ഓക്കെ, ഇനി ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്നു. അപ്പോൾ ഫസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് എൻ്റെ ചുറ്റും കൂടിയുള്ള ആളുകൾ ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ശരിക്കും ഒന്നും കൂടി നോക്കി. ഫസ്റ്റ് അനൗൺസ് ചെയ്ത് എൻ്റെ കോൾ ലെറ്റർ ആയിരുന്നു അത് അനൗൺസ് ചെയ്തിരുന്നത്. ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലായിരുന്നു. അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര അൽഹംദുലില്ലാ. അതായത് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പരിപാടി, ഞാൻ എത്രയോ ആശിച്ച് പങ്കെടുക്കുന്ന പരിപാടിയിൽ ജില്ലയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടുക എന്നുള്ളത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഒരു ഖുദ്റത്ത് എന്ന് തന്നെ പറയാം. അതായത് നമ്മളിപ്പോൾ ആഗ്രഹിച്ചത് അള്ളാഹു സാധിപ്പിച്ചു തന്ന പോലെ എനിക്ക് തോന്നിയത്.
അതായത് ഈവൻ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലും കൂടിയാണ്. അതായത് അവരുടെ യൂണിറ്റിൽ നിന്ന് ആദ്യമായിട്ട് ജില്ലയില്ല സ്റ്റേറ്റിൽ പോകുന്ന ആൾ എന്നുള്ള രീതിയിലും അൽഹംദുലില്ലാ എനിക്ക് ആകാൻ പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റിലെ എ ഗ്രേഡാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഇത് 4th 4ാമത്തെ സ്ഥാനം അങ്ങനെ എന്തോ ആണ് ഉള്ളത്, എനിക്ക് ഓർമ്മയില്ല സ്റ്റേറ്റിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പാട്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പാട്ട് പാടിത്തരാം, ഏത് പാട്ട് എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിനോട്, അതായത് നിങ്ങൾ അള്ളാഹുവിനോട് അടുത്തിരിക്കുക. നമ്മൾ അള്ളാഹുവിനെ മറക്കാതിരുന്നാൽ അള്ളാഹു നമ്മളെ മറക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ചങ്ങാതിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരുന്നുള്ളതാണ്. അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. പലരും ചെയ്യാറുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ബാക്കിയുള്ളവരോട് നമുക്ക് അതില്ല ഇതില്ല, ഫുള്ള് ഫെയിലിയർ ആണ്, അങ്ങനെ അതാണ് ഇതാണ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ അള്ളാഹ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്ത് പറഞ്ഞ്, അതായത് ഇപ്പോൾ നമുക്ക് എന്തായാലും സങ്കടങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ആ സങ്കടങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അള്ളാഹു. അപ്പോൾ അത് ആലോചിച്ചിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. നമുക്ക് ആപത്ത് മുസീബത്തുകൾ വരുന്ന സമയത്ത് നമുക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി. അതായത് നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ തേടി നടന്ന സംഭവം, നിങ്ങളെ തേടി വന്നതായിട്ടുള്ള സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.